ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിരുന്നു. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഇൻഡെക്സിലോ അല്ലെങ്കിൽ റാങ്ക് കാണിക്കാത്തതോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർക്ക് അത് ഒബ്ജെക്ഷൻസ് ആയിട്ട് കൊടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കൊടുത്തവർക്ക് അത് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് പിന്നീട് അത് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങളതൊന്നും നോക്കണ്ട. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് 1/8/2025 പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെയായിട്ട് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ആ ഒരു കോളേജ് ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ മുഴുവൻ കോളേജുകളും വന്നിട്ടില്ല. ഓരോ കോളേജുകൾക്ക് അംഗീകാരം, പുതിയതായിട്ട് കോളേജുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന അനുസരിച്ചിട്ട് അത് ഒരു ലിസ്റ്റിലേക്ക് ആഡാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന BSc നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റാണ്. പാരാമെഡിക്കലിൻ്റെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ പാരാമെഡിക്കലിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. അതല്ല, നിങ്ങൾ BScക്കും BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ രണ്ടിനും ഓപ്ഷൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ BSc നഴ്സിംഗിൻ്റെ ഓപ്ഷൻസ് ഇപ്പോൾ കൊടുക്കുക. പിന്നെ പാരാമെഡിക്കലിൻ്റെ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഗവൺമെൻറ് കോളേജസ്, പിന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള കോളേജസ് ഉണ്ട്, പിന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്, ഇങ്ങനെ ഉള്ള കോളേജ് ലിസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം ഗവൺമെൻറ് കോളേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. 14 ഗവൺമെൻറ് കോളേജസ് ആണ് വരുന്നത്. അവിടുത്തെ സീറ്റ് എത്രയാണ്, അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റ് നിങ്ങൾ നോക്കുക, എത്ര സീറ്റ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടോട്ടൽ സീറ്റിനകത്ത് സ്റ്റേറ്റ് മെറിറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിസർവേഷൻ സീറ്റുകൾ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ആ ഒരു 80 സീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആ ഒരു പ്രോസ്പെക്ടസിൽ നിങ്ങൾ നോക്കിയാൽ കാണും, സീറ്റ് കാറ്റഗറൈസേഷൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത്ര പെർസെൻറ്റേജ് ആണ് റിസർവേഷൻ, ഓരോ റിസർവേഷനും വരുന്നത്, അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിന് എത്രയാണ് എന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കോളേജ് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ NRI സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ചില പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ബ്രാക്കറ്റിൽ മൈനോറിറ്റി കോളേജ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി എന്നൊക്കെ പറഞ്ഞ് കാണാം. അത് ആ ഒരു മൈനോറിറ്റി നടത്തുന്ന കോളേജുകളാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റി ആണെങ്കിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന കോളേജ് ആവും. ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈനോറിറ്റി കോളേജുകളിൽ ആ വിഭാഗക്കാർക്ക്, ക്രിസ്ത്യൻ ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് വേണ്ടി കുറച്ച് സീറ്റ് അവർ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം വിഭാഗക്കാർക്ക് വേണ്ടി കുറച്ച് സീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറിക്ക് അവിടെ റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കോളേജ് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ് 2024 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ പറഞ്ഞ 14 ഗവൺമെൻറ് കോളേജുകളുടെ കഴിഞ്ഞ വർഷത്തെ 2024 ലാസ്റ്റ് ഇൻഡെക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ്സ് അല്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ്. അപ്പോൾ ഏത് അലോട്ട്മെൻറ്റിലാണോ ഈ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഓരോ ഗവൺമെൻറ് കോളേജിലും സീറ്റ് ഫില്ലായത്, ഓക്കെ, ചിലപ്പോൾ അത് ഏതെങ്കിലും സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആവാം, ആ ലാസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഇൻഡെക്സ് മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലായി. ഇപ്പം SM സ്റ്റേറ്റ് മെറിറ്റിലാണെങ്കിൽ തന്നെ കൂടുതലും 300 വരുന്നുണ്ട്, പിന്നെ 299, പിന്നെ ഒരെണ്ണം 298 കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു 298 വരെയാണ് ഏകദേശം ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ലാസ്റ്റ് ഇൻഡെക്സ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, മാക്സിമം SM മീൻസ് സ്റ്റേറ്റ് മെറിറ്റിൽ ഏകദേശം ഈ പറഞ്ഞ 298 വരെയാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. ഈ വർഷം ചിലപ്പോൾ കുറച്ചും കൂടി വ്യത്യാസങ്ങൾ വന്നേക്കാം. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും കുറച്ച് വിജയശതമാനം വ്യത്യാസമുണ്ട് ഈ വർഷം. അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസം, ഒരു 297 അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സ് ഒക്കെ ഉള്ളവർക്ക് വേറെ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റില്ല, എത്ര വരെയുള്ളവർക്കാണ് കിട്ടുന്നത് നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഏകദേശം ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ ഗവൺമെൻറ് കോളേജുകളിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റ്സിലൊന്നും കിട്ടിയില്ലെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഏത് അലോട്ട്മെൻറ്റ് വരുന്നു ആ അലോട്ട്മെൻറ്റിൽ ഈ പറഞ്ഞ പോലെ 297 അല്ലെങ്കിൽ മാക്സിമം പോയി 296, അതൊരു പോസിബിലിറ്റി മാത്രമാണ്. അതുവരെയുള്ളവർക്കൊക്കെ ചിലപ്പം കിട്ടിയേക്കാം. കാരണം നിങ്ങൾ ആ ഒരു കോളേജ് ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മൊത്തം ഗവൺമെൻറ് കോളേജിലൂടെ ഏകദേശം ഒരു 1000 സീറ്റിനൊക്കെ അകത്തൊക്കെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മാക്സിമം പോലെ 1000 സീറ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ റിസർവേഷൻ സീറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇപ്പം EWS അല്ലെങ്കിൽ ഈഴവ, മുസ്ലിം, LC, ഇങ്ങനെ പല റിസർവേഷൻ കാറ്റഗറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഡെക്സ് നിങ്ങൾ നോക്കുക. അതൊക്കെ ഓരോ കാറ്റഗറി അനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 291 ഉള്ളതുണ്ട്. പിന്നെ SC STയിലൊക്കെ 219, 220 ഇൻഡെക്സ് വരെ ഉള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ റിസർവേഷൻ ഒക്കെ ഉള്ളവർക്ക് കുറച്ച് ഇൻഡെക്സ് കുറവാണെങ്കിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ
കൊടുക്കുമ്പോൾ ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സും കൂടെ ഒക്കെ നോക്കി കമ്പയർ ചെയ്തിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ സെയിം ഇൻഡെക്സിലുള്ളവർക്ക് ഈ വർഷം കിട്ടണമെന്നില്ല. ഓക്കെ, നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ് മെറിറ്റിലാണെങ്കിൽ ഏകദേശം ഈ കാണിച്ചിരിക്കുന്ന ഇൻഡെക്സിൽ ഉള്ളവർക്ക് ഉറപ്പായിട്ടും കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ 298 വരെ ഉള്ളവർക്കൊക്കെ ഗവൺമെൻറ്റിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് കൊടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. ഇനി എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. അതുപോലെ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 30/7/2025 വരെയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മെനു ബാറിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ശേഷം നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക. അതിൻ്റെ അടുത്ത പേജിൽ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. ശേഷം നിങ്ങളുടെ രജിസ്റ്റർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം അടുത്ത പേജിൽ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനുള്ള ആ ഒരു കോളേജ് ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ബോക്സ് കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ബോക്സിൽ നിങ്ങൾ നമ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ഫസ്റ്റ് നിങ്ങൾ ഏത് കോളേജാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജിൻ്റെ നേരെയുള്ള ബോക്സിൽ നിങ്ങൾ 1 കൊടുക്കുക. അതുപോലെ രണ്ടാമത് ഏത് കോളേജാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജിൻ്റെ നേരെയുള്ള ബോക്സിൽ 2 കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ആ ഒരു പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ കൊടുക്കുക. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ഓർഡർ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജ് വേണം നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് കൊടുക്കാൻ. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ്റെ ആ ഒരു പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്സ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള ആ ഒരു പ്രയോറിറ്റി ബേസിൽ നിങ്ങൾ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക. ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൊടുത്ത ഏതെങ്കിലും ഒരു കോളേജ്, ഇപ്പോൾ നിങ്ങൾ 1 കൊടുത്ത ആ ഒരു കോളേജ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡ് റിമൂവ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് റിമൂവ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ട അത്രയും കോളേജസ് നിങ്ങൾക്ക് കൊടുക്കാം. ഇത്ര എണ്ണമൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര കോളേജസ് വേണമെങ്കിലും കൊടുക്കാം. അത്രയും കൊടുത്തതിന് ശേഷം താഴെ സേവ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഓപ്ഷൻസിൻ്റെ ഒരു ലിസ്റ്റ് വരും. ഇപ്പോൾ നമ്മൾ എത്ര കോളേജുകളാണോ കൊടുത്തത്, ഓപ്ഷൻസ് 1, 2, 3 കൊടുത്തത്, ആ ഓപ്ഷൻസിൻ്റെ ലിസ്റ്റ് അതിൻ്റെ താഴെയായിട്ട് വരും. സെലക്റ്റഡ് കോളേജ് ഓർ കോഴ്സ് ഓപ്ഷൻസ് പറഞ്ഞിട്ട് ആ ഒരു ലിസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ കൊടുത്ത കോളേജുകളുടെ ആ ഒരു പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രിൻ്റ് നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഇതെല്ലാം ലോഗൗട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ 30 വരെ ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഇൻഡെക്സ് മാർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ ചേഞ്ചസോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ അവരുടെ ഇൻഡെക്സിൽ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുന്നു എന്ന് കരുതി നിങ്ങൾ പ്രയാസപ്പെടുകയൊന്നും വേണ്ട. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഓപ്ഷൻസ് കൊടുക്കുക. അപ്പം ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന അനുസരിച്ച് ആ ഒരു അപ്ഡേഷൻ തരാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്